ഇപ്പോൾ രാഹുൽ ഈശ്വർ സംസാരിക്കാൻ തത്സമയം. ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെന്റ് ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ്, 16 ദിവസമേ ജയിലിൽ കിടന്നുള്ളൂ. ദിലീപ് 85 ദിവസം ജയിലിൽ കിടന്നു. പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു. ഏത് കോടതിയും ജാമ്യം നിഷേധിക്കില്ലേ? ആ ഫോട്ടോ എന്തായിരുന്നു? ഫോട്ടോഷോപ്പ് ആയിരുന്നു. പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്ത് തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും? ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ പൾസർ സുനി, ഞാൻ ആ ഫോട്ടോയും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാണ് പോലീസുകാരെ. നമ്മുടെ ഫോട്ടോ റിയാസ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറി റിയാസ്, എല്ലാവർക്കും അറിയാം റിയാസ് എന്ന് പറയുന്നത്. റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് മേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കി. റിയാസ് ഇപ്പൊ പറയുകയും ചെയ്തു, എന്റെ ഫോട്ടോ എടുത്ത് അതിൽ പൾസർ വെട്ടി ഒട്ടിച്ച് അങ്ങനെയാണ്. ഇതിന്റെ കാര്യമേ, രണ്ട് ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിന്റെ ബാക്കിൽ, ഒരുപാട് ദൂരെ ബാക്കിൽ 2 പേര് നിൽക്കുന്നു. അത് പൾസർ സുനിയാണെന്ന് ധരിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിലൊട്ട് വെച്ചു. പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ, അതുകൊണ്ട് 4 ആഴ്ചയാക്കി ജാമ്യം കൊടുക്കണം. കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിക്കും. ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ്. ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ DGP ആയിരുന്ന ഒരു വ്യക്തിയല്ലേ, ശ്രീലേഖ മാഡം അല്ലേ പറഞ്ഞത്? പോലീസിലെ DGP ആയിരുന്ന ഒരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്ത് ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത്? സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ? പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ? അതായത് ഈ ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ?